വീട് വിട്ട്, നാട് വിട്ട്, കുടുംബം വിട്ട്, സുഹൃത്തുക്കളെ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറി അവിടെ നിങ്ങളുടെ കരിയർ പ്രോസ്പെക്ട്സും ജോബും അതോടൊപ്പം റിസോഴ്സും കണ്ടെത്തുന്ന കൂട്ടുകാരുടെ എണ്ണം അന്നും ഇന്നും എന്നും കൂടിക്കൊണ്ടുവരികയാണ്. ഇത് പ്രവാസമാണ്. തീർച്ചയായിട്ടും പ്രവാസ ജീവിതത്തിൽ പല കാര്യങ്ങളും വി ആർ മിസ്സിങ് ഔട്ട്. നഷ്ടപ്പെടുന്ന പല കാര്യങ്ങളോടൊപ്പം നേടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സോ ഇന്നത്തെ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ രീതിയിലുള്ള പ്രവാസ ജീവിതത്തെ എങ്ങനെ നിങ്ങളുടെ അഡ്വാൻറ്റേജിന് കൂടി ഉപയോഗപ്പെടുത്താം എന്ന കാര്യമാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ദ എഡ്യൂക്കേറ്റർ ചാനലിൻ്റെ പ്രത്യേകത വി ആർ ഡിസ്കസിങ് അബൌട്ട് എഡ്യൂക്കേഷൻ, കരിയർ പ്രോസ്പെക്ട്സ്, കരിയർ ഗൈഡൻസ്, അതോടൊപ്പം പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളും നമ്മുടെ എപ്പിസോഡുകളുടെ ഭാഗങ്ങളാണ്. ഏകദേശം 1000-നടുത്ത് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാവുന്നതാണ്, കേൾക്കാവുന്നതാണ്. ഗൾഫുകാരൻ്റെ ലൈഫ്, പ്രവാസ ജീവിതം പോലുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും കരിയറിനോടൊപ്പം മനസ്സിലാക്കേണ്ട, ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റെയർലി ദോ ഇങ്ങനെയുള്ള എപ്പിസോഡുകളുമുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡിന്റെ കോണ്ടന്റിലേക്ക് വരാം. തീർച്ചയായിട്ടും പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, മറിച്ച് നാടും വീടും കുടുംബവും വിട്ട് ഏത് അകന്ന സ്ഥലങ്ങളിൽ പോയി പാർക്കുകയാണെങ്കിൽ ഒക്കെ അവിടെ പ്രവാസിയായി ജീവിക്കുന്ന അവസ്ഥയാണ്. ജീവിതം പ്രവാസ ലെവലിലേക്ക്, മേഖലയിലേക്ക് എത്തുമ്പോൾ പല കാര്യങ്ങളുമുണ്ട്. പുതിയൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സിവിലൈസേഷൻ, അവരുടെ കൾച്ചർ, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഭാഗമായി മാറുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല, വലിയ ചാലഞ്ച് തന്നെയാണ്. അതോടൊപ്പം നമ്മുടേതായ പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള സാഹചര്യം കൂടി പ്രവാസ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. സോ എന്തൊക്കെയാണ് ആ അഡ്വാൻറ്റേജസ് ഒരു പ്രവാസി എന്ന രീതിയിൽ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത്? അഡ്വാൻറ്റേജ് അല്ല, മറിച്ച് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഒരു അഡ്വാൻറ്റേജായി കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത് തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ്. ഇന്ത്യ വിട്ട്, നാട് വിട്ട്, കുടുംബം വിട്ട് ഇവിടെ വരുമ്പോൾ ആദ്യം നാം നോക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആണ്. തീർച്ചയായിട്ടും ഇൻകം കൂടുതലായത് കൊണ്ട് തന്നെയാണ് ഗൾഫ് പോലുള്ള രാജ്യങ്ങളിൽ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ, ഫാർ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിൽ ചേക്കേറുന്നത്. സോ ഇങ്ങനെ ലഭിക്കുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അത് നമ്മുടെ അഡ്വാൻറ്റേജസിന് ഉപയോഗിക്കണമെങ്കിൽ ഈ ലഭിക്കുന്ന അധികമായിട്ടുള്ള ഇൻകം എങ്ങനെ ഡിപ്ലോയ് ചെയ്യണം, എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നതിൻ്റെ ഭാഗമായിരിക്കണം നിങ്ങൾ നടത്തുന്നത്. അതല്ലാതെ നിങ്ങൾ കൂടുതൽ കടക്കെണിയിൽ പെടുകയാണ്, ലോൺസ് എടുക്കുകയാണ്, ഈ ലോൺ തിരിച്ചടച്ച് കൂടുതൽ പലിശയുടെ കാശടിച്ച് ദ ബെനിഫിറ്റ്സ് വിച്ച് യു ആർ ഗെറ്റിംഗ് ഫ്രം യുവർ ഓവർസീസ് ഇൻകം അതില്ലാതായി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് അല്ല, മറിച്ച് ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ഓവറോൾ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചാലഞ്ച്. സോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന എക്സ്ട്രാ ഇൻകം പുതിയ പുതിയ ഐഫോൺസുകൾ വാങ്ങിക്കാതെ, പുതിയ പുതിയ ഗാഡ്ജറ്റ്സുകൾ വാങ്ങിക്കാതെ, എൻ്റർടൈൻമെൻറ്റിൽ മുഴുകി സമയവും കാശും കളയാതെ നിങ്ങളുടെ അഡ്വാൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഗൾഫുകാരൻ്റെ അല്ലെങ്കിൽ ഒരു പ്രവാസിയുടെ ആദ്യത്തെ അഡ്വാൻറ്റേജായി എണ്ണാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്നുള്ളത് സമയമാണ്. ഏകദേശം എല്ലാ ജോബിലും 1 അല്ലെങ്കിൽ 2 ദിവസം വീക്കെൻഡ് ഡേയ്സ് ഉണ്ടാകാം. ഫ്രൈഡേ സാറ്റർഡേ, സാറ്റർഡേ സൺഡേ, ഫ്രൈഡേ സൺഡേ, അങ്ങനെ പല മോഡൽസും ഉണ്ട് വീക്കെൻഡ്സിൽ. അതോടൊപ്പം ജോലി കഴിഞ്ഞ് ചില ഒഴിവ് സമയം കണ്ടെത്താൻ പറ്റും. സോ ഇങ്ങനെ ലഭിക്കുന്ന എക്സ്ട്രാ ടൈം, ഒബ്വിയസ്ലി ആസ് എ സോഷ്യൽ ബീയിങ്, ഹ്യൂമൻ ബീയിങ്സ്, നമുക്ക് നമ്മുടേതായ സോഷ്യൽ ടൈം ഉണ്ടാകും, ഫ്രണ്ട്ഷിപ്പ് സർക്കിൾസ് ഉണ്ടാകും. അവരുമായി ക്വാളിറ്റി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായും നിർബന്ധം തന്നെയാണ്. പക്ഷേ അത് ദൂർത്തായി മാറുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സമയം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു പ്രവാസി നാട്, വീട്, കുടുംബം വിട്ട് ഇവിടെ വരുമ്പോൾ പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഓരോ പ്രവാസിയുടെയും അകത്തുള്ള ആഗ്രഹം എന്നുള്ളത് തിരിച്ചു പോകണം, അവിടെ ഒരു ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുള്ളതാണ്. പല കൂട്ടുകാരും ബിസിനസ്സിൻ്റെ വേ നോക്കും, ബിസിനസ് കാര്യങ്ങളുമൊക്കെ പ്രോസ്പെക്ട്സും ഒക്കെ അന്വേഷിക്കും, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാകും. വേറെ ചില കൂട്ടുകാർ ഗവൺമെൻറ് ജോബ്സ് അല്ലെങ്കിൽ ഒരു ബെറ്റർ കരിയർ പ്രോസ്പെക്ട്സ് നാട്ടിൽ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടാകും. ഏതായാലും അങ്ങനെയുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ
ഗൾഫിൽ നിന്ന് തന്നെ, പ്രവാസത്തിൽ നിന്ന് തന്നെ. എവിടെയാണോ നിങ്ങൾ ഉള്ളത് അവിടെ നിന്ന് തന്നെ കണ്ടെത്തുക, മനസ്സിലാക്കിയെടുക്കുക, അറിഞ്ഞെടുക്കുക എന്നൊക്കെയുള്ളത് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക, പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുക, ഓൺലൈൻ റിസോഴ്സസ് ഉണ്ട്, ഓൺലൈൻ ഡിഗ്രികളുണ്ട്, ഡിസ്റ്റൻസ് ഡിഗ്രികളുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ബെനിഫിറ്റിന് ഉപയോഗിക്കാൻ പറ്റുക. എസ്പെഷ്യലി ഇഫ് യു ഡിസ്കണ്ടിന്യൂഡ് യുവർ എഡ്യൂക്കേഷൻ, 12th കഴിഞ്ഞ് വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാത്തവരുടെ കാര്യത്തിലാണെങ്കിൽ, ഈവൻ പല കൂട്ടുകാർക്കും 12th പോലുമില്ല. സോ അങ്ങനെയുള്ള കൂട്ടുകാർക്കൊക്കെ തീർച്ചയായിട്ടും അവരുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, സൗകര്യമുണ്ട്, സാഹചര്യമുണ്ടെന്ന്. അതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതും അതോടൊപ്പം തൊഴിലിന് അല്ലെങ്കിൽ നമ്മുടേതായ ബിസിനസ്സിന് ആവശ്യമായ നോളജ്, സ്കിൽസ് വളർത്തിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രവാസ ജീവിതത്തിൽ ലഭിക്കുന്ന ഒഴിവ് സമയത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഒബ്വിയസ്ലി നാട്ടിലാണെങ്കിൽ കുടുംബക്കാരോടൊപ്പം, ഫ്രണ്ട്സ് സർക്കിളിനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായിട്ട് വരും. പക്ഷേ പ്രവാസ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ഇല്ലാത്തത് കൊണ്ട് തന്നെ കയ്യിലുള്ള സമയവും കൂടുതലായിരിക്കും. ഇനി മൂന്നാമത്തെ ആസെറ്റ് ആയിട്ടുള്ളത് ഒരു പ്രവാസിയുടെ, ഒരു ഗൾഫുകാരൻ്റെ എസ്പെഷ്യലി എന്നുള്ളത് അവൻ്റെ യൗവനമാണ്. ഏകദേശം ഗ്രാജുവേഷൻ കഴിഞ്ഞ് 22-23 വയസ്സിൽ വരുന്ന പല കൂട്ടുകാരും തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ഏകദേശം 45-50 സമയത്താണ്. സോ ഇത്ര നല്ല ഒരു ക്രിയേറ്റീവായിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള, കൂടുതൽ എനർജറ്റിക് ആയി നിലനിൽക്കുന്ന ആ യൗവന സമയം എന്നുള്ളത് പ്രവാസത്തിൽ ചിലവഴിക്കുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക. ആ ചിലവഴിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സമയം പോലെ തന്നെ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എപ്പോഴാണ് ആ സമയം ലഭിക്കുന്നത് എന്നുള്ളത്. ഒരു വൃദ്ധൻ അല്ലെങ്കിൽ വൃദ്ധയായതിനു ശേഷമാണ് നിങ്ങൾക്ക് ഒഴിവ് സമയം ലഭിക്കുന്നതെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അന്ന് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ യൗവന സമയത്ത് ഒബ്വിയസ്ലി പല കാര്യങ്ങളും ക്രിയേറ്റീവായി പ്രോബ്ലം സോൾവിങ്ങിലൊക്കെ കൂടുതൽ പ്രാപ്തമായ രീതിയിൽ ഇടപഴകാൻ പറ്റുന്നത് യൗവനത്തിൽ നിന്നാണ് സയൻറ്റിഫിക് സ്റ്റഡീസൊക്കെ തെളിയിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം, എസ്പെഷ്യലി ഗൾഫിൽ വരുമ്പോൾ, പ്രവാസത്തിൽ വരുമ്പോൾ, സോഷ്യൽ ലൈഫ് ഇല്ലാത്തപ്പോൾ, കുടുംബക്കാരില്ലാത്തപ്പോൾ ലഭിക്കുന്ന സമയം ഉപയോഗിച്ച് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റും എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെബ് സീരീസ് ഉണ്ട്, ഓൺലൈൻ റിസോഴ്സസ് ഉണ്ട്, പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൽ സമയം എൻ്റർടൈൻമെൻറ്റിൽ മാത്രം വേസ്റ്റ് ചെയ്യാതെ നല്ല ഒരു നാളേക്ക് കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം, ഇത് പ്രവാസത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് നാട്ടിലും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ പ്രവാസി എന്ന രീതിയിൽ ഒരു പ്രത്യേകത, യു ക്യാൻ മീറ്റ് മെനി പീപ്പിൾ, ഗ്ലോബൽ സിറ്റിസൺ ആയി മാറുന്നു എന്നുള്ളതാണ്. അത് ഗൾഫിലായാലും വേറെ ഏത് രാജ്യത്തായാലും. സോ ഇങ്ങനെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സൃഷ്ടിക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ നെക്സ്റ്റ് ലെവൽ റീച്ച് ചെയ്യാനുമൊക്കെ നല്ലൊരു സാഹചര്യം വളർത്തിയെടുക്കാം എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് റൂമിലിരുന്ന് സോഷ്യൽ മീഡിയാസിൽ അല്ലെങ്കിൽ വെബ് സീരീസിൽ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലുള്ള പല കാര്യങ്ങളുമുണ്ട്. അത് നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ അമിതമായി ഇടപെട്ട് സമയം കളയാതെ നല്ല ബന്ധങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്താനും പരിശ്രമിക്കണം. എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജിന് ഉപയോഗിക്കാൻ പറ്റും എന്നതാണ്. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഒബ്വിയസ്ലി ക്യാൻ ബി കൗണ്ടഡ് എമംഗ് യുവർ അഡ്വാൻറ്റേജസ്, ബട്ട് ദേ ക്യാൻ ബി യുവർ ഡിസ്അഡ്വാൻറ്റേജ് ഓൾസോ. ഇത് ദൂർത്തടിച്ച് കളയുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന കാശ്, ഫിനാൻഷ്യൽ റിസോഴ്സസ്, നിങ്ങളുടെ കയ്യിലുള്ള സമയം, നിങ്ങളുടെ യൗവന നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാരുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം, ഇതൊക്കെ നിങ്ങൾ ദൂർത്തടിച്ച് കളയുന്നു, വകവെക്കുന്നില്ല, പ്രോപ്പറായ രീതിയിൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ദേ ക്യാൻ ബി യുവർ ബിഗ്ഗസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് ഓൾസോ എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എഡ്യൂക്കേറ്റർ പോലുള്ള ചാനലിൽ എഡ്യൂക്കേഷൻ, കരിയർ പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റായി, സിഗ്നിഫിക്കൻ്റായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുന്നത് വ്യൂസ് കൂട്ടാനല്ല, മറിച്ച് വ്യൂസ് പൊതുവെ കുറയാനാണ് സാധ്യത. എങ്കിലും ഇമ്പോർട്ടൻ്റായ കാര്യമാണ്, ഒരിക്കലും മറക്കരുത്. പ്രവാസ ജീവിതം എന്നുള്ളത് പലരും സെലക്ട് ചെയ്ത കാര്യമല്ല, അവർ ആഗ്രഹിച്ച കാര്യമല്ല, അവർ എൻജോയ് ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ അവരുടെ സാഹചര്യം, അവരുടെ സിറ്റുവേഷൻ, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ പല കാര്യങ്ങളും കൊണ്ടാകാം ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. പക്ഷേ കയ്യിൽ ലഭിച്ച സാഹചര്യം അത് നമുക്കൊരു ബെനിഫിറ്റിന് വേണ്ടി കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു കുറ്റബോധം നിങ്ങളിൽ ഒഴിവാക്കി തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.